നമസ്കാരം. ഇന്ന് നമ്മുടെ യൂഷ്വൽ വീഡിയോ ഇല്ല കേട്ടോ. അതായത് ഞാനും ഇതും കൂടി ചെയ്യുന്ന നമ്മുടെ എപ്പിസോഡ് റിവ്യൂ ഇല്ല. അതിന് പകരം വേറെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. റീസൺ എന്ന് വെച്ചാൽ വിധുവിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല വീഡിയോയിൽ. അപ്പോൾ എപ്പിസോഡ് ഞാൻ മാത്രമായിട്ട് പറയുന്നൊരു കാര്യമില്ല. കാരണം വെച്ചാൽ അവളാണ് ലൈവ് ഏറ്റവും കൂടുതലായിട്ട് കാണാറ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ സിബിനും ആര്യയും കൂടി ലൈവിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ഒരുവിധം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് അതിൽ ഒന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടോ. അതായത് കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞു. ഇപ്രാവശ്യം ബിഗ് അകത്തുനിന്ന് ഉണ്ടാവുന്ന കോണ്ടൻറ്റിനേക്കാളും കൂടുതൽ ബിഗ് ബോസ് ഹൗസിന് പുറത്താണ് കോണ്ടൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു സമയത്ത് ജസ്റ്റ് ചിന്തിക്കുന്നത് എന്താ അറിയോ, ഏറ്റവും കൂടുതൽ ഇതൊക്കെ മിസ് ചെയ്യുന്ന വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ. സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയാം. കാരണം സായി ഇതിൻ്റെ ഒന്നും ആളല്ല. കാരണം സീക്രട്ട് ഏജൻറ്റ് ഇന്ന് പുറത്തുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ വരാനും ഒരുപാട് കോൺട്രവേഴ്സി അത് ഡിസ്കസ് ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് തോന്നുന്നത് സായി അല്ല സീക്രട്ട് ഏജൻറ്റ് മിസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പേഴ്സണലി. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ സിബിനും ആര്യയും കൂടി ലൈവിൽ വന്നു. ആര്യ അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് വൈറലായിട്ട് പോകാൻ പറ്റുന്ന കോണ്ടൻറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ലൈവ് വീഡിയോ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ സിബിനും കൂടി ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ ഫസ്റ്റ് ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ ലൈവ് കണ്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്ലിപ്പ് മാത്രം ചിലപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിൽ നമ്മളെ റെഫറൻസിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുവിധം എല്ലാവരും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ആ ഒരു ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ തന്നെ സിബിൻ പ്ലേ ചെയ്യുന്നത് ജാഫർ സാറിൻ്റെ ജാസ്മിൻ്റെ ഫാദറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പാണ്. അതായത് സിബിനെ ത്രെട്ടൻ ചെയ്യുന്ന ഒരു ത്രെട്ട് വോയിസ് ക്ലിപ്പാണ്. അതായത് ഇവരെന്തൊക്കെയോ പേടിക്കുന്ന സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ എയർപോർട്ടിൽ വെച്ച് കണ്ടു. ഒരുപാട് കള്ളങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പോൾ ആ ഫാമിലിയുടെ സിറ്റുവേഷൻ തോന്നുന്നുണ്ട്. കള്ളങ്ങൾ മാത്രമല്ല, അവരെന്തൊക്കെയോ ഒരു ചീട്ടുകൊട്ടാരം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്. കാരണം ഏത് സൈഡിൽ നിന്ന്, കാരണം മകൾ അതിനുള്ളിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നു, പുറത്ത് പല കാര്യങ്ങളും ഉണ്ടാവണം. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇതെടുത്ത് റിയാക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫാമിലിക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് എനി ഫാദർ വുഡ് ഡു ഇറ്റ് അതുപോലെ തന്നെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ കാര്യങ്ങൾ കണ്ടോളത്തോളം. അപ്പോൾ സിബിനും ആര്യയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ഇടയ്ക്ക് മൂപ്പരുടെ ഒരു ത്രെട്ട് കോൾ മെസ്സേജ് വരുന്നു. അപ്പോൾ അവർ റിവീൽ ചെയ്യാണ്. ഇവർ പറയുകയാണ് ഞങ്ങൾ ഒരിക്കലും ഈ ഒരു രീതിയിൽ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവരെന്താണ് ആക്ച്വലി എയർപോർട്ടിൽ ഉണ്ടായെന്നുള്ളത്. ഇതിലൊരു കാര്യം ഞാനിന്ന് വീഡിയോ ചെയ്യാനുണ്ടായ 2-3 റീസണിൽ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവർ സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. സായി ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നിട്ട് ഇവർ ജാസ്മിനോട് ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് തുറന്നു പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ അറിയുന്ന സായി കൃഷ്ണൻ ഒരിക്കലും ഒരു മണ്ടത്തരം അവിടെ ചെന്ന് കാണിക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ അതായത് ഈ ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുള്ളി വിടാതെ, എസ്പെഷ്യലി അഫ്സലിൻ്റെ കാര്യം, ആ 13 മിനിറ്റിൻ്റെ ഓഡിയോ 13 മിനിറ്റിൻ്റെ ഓഡിയോ വിവി ചെയ്തു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായി കൃഷ്ണൻ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ജാസ്മിനോട് പറയുന്ന സമയത്ത് എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ സ്പഷ്ടമായിട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ വീണ്ടും ഇവിടെ പ്ലേ ചെയ്ത് ബോറടിപ്പിക്കില്ല, വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും സായി ഇങ്ങനൊരു അബദ്ധം അവിടെ ചെന്ന് കാണിക്കില്ല. കാരണം വെച്ചാൽ സായി എന്താ ചെയ്യുന്നതെന്നുള്ള സായിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പറഞ്ഞത് സായി, ജാസ്മിൻ, സിജോ ഇവരെല്ലാവരും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയിൽ മെമ്പേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സഹ അസോസിയേഷനിലുള്ള വ്യക്തിയായിട്ടുള്ള ജാസ്മിനെ രക്ഷിക്കാനുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഞാൻ ആ വീഡിയോയിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളത് നോക്കി മനസ്സിലാവും. അതായത് സായിക്ക് ആരുടെയെങ്കിലും ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ 2 സിറ്റുവേഷനാണ് പറഞ്ഞത്. ഒന്ന് സംഘടനയുടെ ഭാഗത്തുനിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് വളരെ ക്ലിയറായിട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടിയതിൻ്റെ ബേസിലാണ് സായി അത് ആക്ട് ചെയ്തെന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ പോലെ അപ്പോൾ പറഞ്ഞിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ അറിയുന്ന സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ വെറുതെ ഒന്നും അതിൻ്റെ ഉള്ളിൽ കയറി പറയില്ല. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റിയും പറഞ്ഞിരുന്നു ജാസ്മിനെ ഒരു ഗെയിം ഷോ ആണല്ലോ, ജാസ്മിനെ വളരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അതാണ്. കാരണം വെച്ചാൽ ഇവർ തമ്മിൽ ഈ ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ അസ്ല ഇഷ്യൂലൊക്കെ ഏറ്റവും കൂടുതൽ മീഡിയേറ്ററായിട്ട് നിന്നിരുന്ന വ്യക്തികളാണ്. സീക്രട്ട് ഏജൻ്റ് ആണെന്നുണ്ടെങ്കിലും ഖാദർ
മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ, കാരണം KICയുടെ സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ള കണ്ടീഷനിൽ അവർ വന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ നടുക്ക് നിന്ന് കളിക്കുന്നു. ഇവൻ അവിടെ അതിനുള്ളിൽ ചെന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ആളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സുഹൃത്തായിട്ടുള്ള ജാസ്മിൻ ജാഫറിനെ രക്ഷിക്കാനോ മനസ്സിലാക്കാനോ ആയിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആണ് ഇയാളുടെ ഇവരുടെ ലൈവിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ജാസ്മിൻ ജാഫറിൻ്റെ അച്ഛൻ ബാപ്പ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അതായത് ഇവൻ സായി ഇതൊക്കെ മുന്നേ പറഞ്ഞതിന് ശേഷം വീണ്ടും ഇവർ ജാസ്മിൻ സായിനെ നോമിനേറ്റ് ചെയ്ത സമയത്ത് ഇയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ അവളെ കിട്ടിയിരുന്നെങ്കിൽ അപ്പം ഞാൻ റെഡിയാക്കിയിരുന്നു എന്നുള്ളൊരു ഡയലോഗ് അടക്കം ഇവരൊക്കെ ലൈവ് കണ്ടവർ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതായത് ഇവർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് സായിനെ അതിൻ്റെ ഉള്ളിലേക്ക് വിട്ടിട്ടുള്ളത്, സായി എന്നിട്ടാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് വാസ് ലൈക്ക് ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് നമ്മളിതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമുക്കൊരു തോന്നൽ കൊണ്ടാണ് അന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ റിവീൽ ചെയ്തു സായി അറിഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി. എന്താണെന്ന് പറയുക, ബിഗ് ബോസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ ഇതിന് വേണ്ടിയിട്ടാണ് പോകുക, അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരു മെസ്സഞ്ചറായിട്ടോ അങ്ങനെ പോകില്ല. ഇതിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്ക് അച്ചാറ് കൊണ്ടുപോകുന്ന രീതിയിലാണ് സായി ഇവിടുന്ന് പോയത്. അതായത് ഗൾഫിൽ പോകുമ്പോൾ എന്നാൽ ഇവന് വേണ്ടിയിട്ടുള്ള കത്ത് അവിടെ കൊണ്ടു കൊടുക്കണേ, അല്ലെങ്കിൽ എൻ്റെ മോനുള്ള അച്ചാർ അവിടെ കൊണ്ടു കൊടുക്കണേ, അല്ലെങ്കിൽ മീനച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കണേ എന്നും പറഞ്ഞിട്ട് പെട്ടിയിലാക്കി അച്ചാറോ മീനച്ചാറ് പോലെ അല്ലെങ്കിൽ കത്ത് പോലെ കൊണ്ടു കൊടുത്ത പോലെയാണ് സായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത്. കാരണം പുറത്തുള്ള കാര്യങ്ങൾ എത്തിക്കാനുള്ളൊരു മെസ്സഞ്ചർ മാത്രമായിട്ട് മാറി സായി. വളരെ മോശം. വളരെ നല്ല രീതിയിൽ സായിയുടെ ഗ്രാഫ് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സായിനെ കുറിച്ച് ഇങ്ങനെ വിവാദം വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയ അധികം ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇല്ല എന്നുള്ള മനസ്സിലാവുന്നത്. റീസൺ എന്താ വെച്ചാൽ സായിക്ക് അത്രയധികം സപ്പോർട്ടൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ എന്താ പറയുക, സായി അത്രയും നല്ല മനസ്സിലുള്ളൊരു വ്യക്തിയാണെന്നുള്ള കണ്ടീഷനിൽ അതിനുള്ള ആയി വരുന്ന സമയത്താണ് ഇങ്ങനൊരു സംഗതി ഇങ്ങനൊരു സംഭവം അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം വളരെ മോശമായിപ്പോയി. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊക്കെ അതിനുള്ളിൽ ചെന്ന് പറയാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിൻ്റെ ശുദ്ധഗതി കൊണ്ടും അവൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാനൊക്കെ വേണ്ടി ചെയ്തായിരിക്കാം. പക്ഷേ ഒക്കെ ബാക്ക് ഫയർ ചെയ്തു, അങ്ങനെ പറയാനുള്ളൂ. മോശമായിപ്പോയി ഒന്നത്. രണ്ടാമത്തെ കേസ് ടെഡി ബെയറിൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ അഫ്സലല്ല അവിടെ കൊണ്ടുവിട്ടത്, ദിയാസനെയാണ് കൊണ്ടുവിട്ടത്. അല്ല, ഇയാളിങ്ങനെ പറഞ്ഞു അഫ്സലും രണ്ടുപേരും കൂടെ കൊണ്ടുവിട്ടതെന്ന് പറഞ്ഞു എന്നുള്ള ലൈവിൽ അവർ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ദിയാസനയുടെ ഒരു ലൈവ് കണ്ടു. ദിയാസനയുടെ ലൈവിൽ പറയുന്നുണ്ട് എന്നെ എന്തിനാ വലിച്ചയക്കണേ, അവരെന്തിനാ വലിച്ചയക്കണേ. ആരവർ വലിച്ചയച്ചെന്ന് അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ വലിച്ചയച്ചിട്ടുണ്ടാവും. നമ്മളെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മൾ ദിയാസനെ ഞാൻ സത്യം പറഞ്ഞാൽ ദിയാസനെയും അഫ്സലും കൂടിയാണ് കൊണ്ടുവിട്ടെന്ന് പറഞ്ഞിട്ട് ദിയാസനെ മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. കാരണം നമ്മളൊരിതിലുള്ള ആളല്ല. എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കാര്യമായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ കാണുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും ഒക്കെ കാര്യമായിട്ട് വിചാരിച്ചത് ഈ അഫ്സലിനുള്ള ഇൻവോൾവ്മെൻ്റാണ് അല്ലേ. അപ്പോൾ അഫ്സലിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ മനസ്സിലായിടത്തോളം അഫ്സൽ ഉപ്പാനോടും ഉമ്മാനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഇപ്പം പറയുന്നത് ബി പറയുന്നത്. പക്ഷേ എന്തൊക്കെയോ അഫ്സലിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള മര്യാദക്കുള്ള ഇൻവോൾവ്മെൻറ്റ് തോന്നുന്നില്ല. ഇനി അവൻ എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റാറ്റസോ കാര്യങ്ങളോ അവനിട്ടിട്ട് അവൻ ഈ കാര്യങ്ങൾ പുറത്ത് തുറന്ന് പറയണം, എങ്കിൽ മാത്രമേ നമുക്കത് 100% വിശ്വസിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഓൺ ദ ഹോൾ ഈ സിബിനും മറ്റേ ഈ ആര്യ ബഡായും കൂടി വന്ന് പറഞ്ഞ സിറ്റുവേഷൻ പ്രകാരം വളരെ ക്ലിയറായിട്ട് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവരെ എന്താ പറയുക, ജാസ്മിൻ ജാഫറിൻ്റെ പേരൻസിനെ അത്രയും നല്ല രീതിയിൽ നന്നാക്കുന്ന ഉദ്ദേശം അവർ നല്ലൊരു ആൾക്കാരായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് പേഴ്സണലി അവരോടൊരു ദേഷ്യമില്ല. ഇയാളിങ്ങനെ ത്രെട്ട് മെസ്സേജ് അയച്ചിട്ട് പോലും അവർ നല്ല രീതിയിലാണ് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു അച്ഛൻ്റെ രോദനം എന്നുള്ള കണ്ടീഷനിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അഫ്സലിൻ്റെ, ഞാൻ എപ്പോഴും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അഫ്സലിൻ്റെ സ്റ്റേറ്റസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇപ്പോഴും അഫ്സലിൻ്റെ സ്റ്റേറ്റസ് ഒന്നുമില്ല. എന്തായാലും ഇതുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർ വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്താണെന്നുള്ളത്. കൂട്ടത്തിൽ അവർ പറഞ്ഞെന്നൊരു കാര്യം കൂടി വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കളികളും നടക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ധ്വനിയും കൂടി അവിടെ അവർ പറഞ്ഞു. അതൊക്കെ ഇയാൾ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ, ഇവർ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പ പറഞ്ഞു. ഞാൻ അതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നു കേട്ടോ. ജാസ്മിൻ ജാഫർ ഉപ്പയാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്, ഈ പാവുള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല, പിന്നെ ഇയാൾ ചൂടായി എൻ്റെ മകളെ ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞു, ഞാൻ ഉള്ളിൽ കയറിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ സത്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. എനിക്ക് അത്ര വലിയ വിശ്വാസമായിട്ടില്ല ആ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വിഷയം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് പുള്ളി ഇതിനുള്ളിലേക്ക്, അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറണമെങ്കിൽ എനിക്ക് ടെഡി ബെയർ വേണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ പറ്റില്ല എന്ന് അവരുടെ ക്രിയേറ്റീവ് ഹെഡോ ആരോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടേക്ക്, റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക്, എൻ്റെ മകളെയും ഷോയിൽ നിന്ന് ഇറക്കി വിട്ടേക്ക്, അതില്ലാതെ ഞാൻ ഉള്ളിൽ കയറില്ല എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടേതായ സംഗതി തന്നെയാണ് പുള്ളിയുടേതായ സ്ക്രിപ്റ്റല്ല, പുള്ളിയുടേതായ ചിന്തയിലൂടെയാണ് ആ മാല ഊരി വാങ്ങിയത്, ഫോട്ടോ എടുത്തതെന്നൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഏഷ്യാനെറ്റിനെ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇയാളപ്പോൾ കയ്യിൽ നിന്നിട്ടാന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആ മാല കയ്യുമ്പോൾ കെട്ടി പിന്നെ കഴുത്തിൽ വരുന്നതും അവരുടെ അഭിനയവും നാടകവും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു
അതൊരു അറേഞ്ച്മെൻ്റ് ആണ് തോന്നുന്നുണ്ട് ഏഷ്യാനെറ്റിൻ്റെയും ഇവരുടെയും ഭാഗത്തുനിന്ന്. വാട്ടെവർ എന്താണെന്നുണ്ടെങ്കിലും ഇത്ര അധികം നെഗറ്റീവും കാര്യങ്ങളും സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പ്ലസ് അതിന് പല ആൾക്കാരും പറഞ്ഞിട്ട് ജാസ്മിനെ 23 വയസ്സുള്ള വളരെ ശക്തമായ ധീരയായ വനിത കുട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടു. അങ്ങനെയായിട്ട് പറഞ്ഞിട്ട് ഭയങ്കര വെള്ള പൂശാനും നിൽക്കേണ്ട, നമ്മളങ്ങനെ പൂശ മീൻസ് അന്തം ടീംസ് ചിലപ്പോൾ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ നമ്മുടെ ഒരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ, തീയില്ലാതെ പോകേണ്ടായിരിക്കില്ല. അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അത്രയും മോശമായതുകൊണ്ട് മാത്രമാണ് ജാസ്മിൻ ജാഫറിന് മാത്രം അവിടെ സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ അല്ലേ. അതിങ്ങനെ ഏറ്റുവാങ്ങേണ്ട സിറ്റുവേഷൻ വന്നിട്ടുള്ള അതിൻ്റെ ഉള്ളത്തെ കാണിക്കലുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഗബ്രീൻ്റെ കേസ് കിട്ടും. അതൊക്കെ വളരെ ചീപ്പാണ്. എന്താ അതായത് ഗബ്രീനോട് ഇവർ പറഞ്ഞു, ഇനി മേലാൽ എൻ്റെ മകളുടെ പേര് നീ പുറത്ത് പറയരുത്. കാരണം എന്താ വെച്ചാൽ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഈ തൊട്ട് പിടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പുറത്ത് വന്നിരുന്ന ഈ കാര്യങ്ങൾ വീണ്ടും വിളമ്പരുത് നീ എന്നുള്ള കാര്യം ഇയാൾ പറഞ്ഞു എന്നുള്ളത് കേട്ടു. എന്താണെന്നുണ്ടെങ്കിലും സിബിൻ്റെ ലൈവിൽ നിന്ന് അവർ നല്ല രീതിയിലാണ് അവർ ഇയാളെ പറഞ്ഞിട്ടുള്ളത്, ജാഫറിനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താ ഉള്ളി ഇതെന്താ ഞാൻ അത് ആദ്യം പറഞ്ഞ സിറ്റുവേഷനിൽ തന്നെ വരുന്നത്, നമുക്കെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് നുണകളുടെ മുകളിൽ അല്ലെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടായിരിക്കില്ല. നമുക്ക് ഓരോ നിമിഷവും പല പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മളെ ടാർഗറ്റ് ചെയ്താണ് ഈ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ വളരെ ക്ലിയറായിട്ട് ചിന്തിച്ചു പോകും. അതിൽ നിന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം ഇയാൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്. പണ്ടൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാദർ ഇതുപോലെ ഗ്രൂപ്പുകളിലൊക്കെ ഇടപെട്ടിട്ട് ഒരുപാട് ആ ചങ്ങാതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയം ആരാന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിലേറെ ഭയാനകമായ സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ ചിന്തിക്കുന്നതല്ല, ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇറങ്ങുന്നൊരു ടൈം ഉണ്ടായിരിക്കും. ആ സമയത്താണ് ഇവർ ഇതിന് കരുത്തുണ്ടോ, ഇത് ബോൾഡാണോ, എല്ലാം സഹിച്ച് മുന്നേറുന്ന ആളാണോ എന്നുള്ളത് മനസ്സിലാവും. കാരണം ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇനി റിയൽ സാധനം വരുന്നേ ഉള്ളൂ പുറത്തേക്ക്.